വലിയ ഒരു പ്രഖ്യാപനമാണ് ഇലോൺ മസ്ക് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അത് ഏത് സാഹചര്യത്തിലാണെന്ന് നോക്കുമ്പോൾ സൗദി നിക്ഷേപ ഫോറത്തിലാണ് ആ പ്രഖ്യാപനം നടത്തിയത്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പണത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുമെന്നാണ്. ലോകത്തെ ഓരോ കോടീശ്വരനും ഇന്ന് കാണുന്ന പണത്തിൻ്റെ ലഭ്യതയിൽ ആർമാദിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് ഈ പണത്തിനെ കൊണ്ടൊരു ഉപകാരമില്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് ലോകം തന്നെ വഴിമാറുമെന്നാണ് ഇലോൺ മസ്കിൻ്റെ നിരീക്ഷണം. അത് 10-20 വർഷത്തിനിടയിൽ സംഭവിക്കാനും സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു വിനോദത്തിനു വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ജനങ്ങളാകമാനം മാറാനും സാധ്യതയുണ്ട് എന്നുള്ളത് US സൗദി നിക്ഷേപ ഫോറത്തിൽ ഈ പ്രവചനം നടത്തുമ്പോൾ അദ്ദേഹം മറ്റൊരു വ്യക്തമായിട്ടുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. റോബോട്ടുകൾ ഭൂരിഭാഗം ജോലികളും ഏറ്റെടുക്കുമെന്നാണ്. അതോടുകൂടെ തന്നെ ആവശ്യമുണ്ടെങ്കിൽ ഒരു വിനോദത്തിന് വേണ്ടി മനുഷ്യൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരും. കാരണം എല്ലാ ജോലികളും ഒട്ടുമിക്ക വലിയ ജോലികൾ റോബോട്ടിന് ഇന്ന് തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനി ചെറിയ ചെറിയ ജോലികൾ മാത്രമേ റോബോട്ടിനെ ഏൽപ്പിക്കാനുള്ളൂ. മാത്രമല്ല, അങ്ങനൊരു ജീവിത സാഹചര്യത്തിലേക്ക് ജനം പോവുകയാണെങ്കിൽ ലോകത്ത് ഇന്ന് വരെ കാണാത്ത കൊടിയ ദാരിദ്ര്യത്തിലേക്ക് ജനങ്ങൾ വഴിഞ്ഞു പോകും. ഏതാനും ചില ആളുകളിൽ മാത്രം സമ്പത്ത് കുന്നുകൂടുകയും മറ്റുള്ളവർക്ക് ജോലിയോ കൂലിയോ ഇല്ലാതെ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾ പോലും ഇല്ലാതെ, എല്ലാ അർത്ഥത്തിലും മെച്ചപ്പെട്ട നിലവാരത്തിൽ ജീവിച്ച വന്ന ആളുകൾ, ഇടനിലക്കാർ ഒന്നിനും പറ്റാതെ അരികുവൽക്കരിക്കപ്പെടാനുള്ള സാധ്യത 10-15-20 വർഷങ്ങൾക്കുള്ളിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ഉണർത്തുന്നുണ്ട്. നിർമ്മിത ബുദ്ധിയുടെ വരവോടുകൂടെ ടെസ്ല മാത്രമല്ല ഇതിനെ കമ്പനിയായി ഏറ്റെടുത്തിട്ടുള്ളത്. ലോകത്തുള്ള എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കമ്പനികളൊക്കെ ഇപ്പോൾ ഹ്യൂമനോയിഡ് റോബോട്ടുകളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തത്രപ്പാടിലാണ്. അവരുടെയൊക്കെ പ്രൊഡക്റ്റുകൾ കമ്പനിയിൽ എത്തിക്കഴിഞ്ഞാൽ നിലം തുടക്കൽ മുതൽ ഖനികളിൽ പോയി അവിടെ കൽക്കരി എടുത്തു കൊണ്ടുവരുന്നത് ഉൾപ്പെടെയുള്ള ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും കഠിനമേറിയത് വരെയുള്ള ജോലികൾ അവർക്ക് വഴിമാറും. 2 കാര്യമാണ് അദ്ദേഹം പറയുന്നത്. 1, ഇവർക്ക് ഭക്ഷണം വേണ്ട, 2, റെസ്റ്റും വേണ്ട എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റു മുതലാളിമാർക്ക് ഇത് അത്ര കണ്ട് പ്രയാസം ഉണ്ടാക്കാത്ത ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് പോകും. ബഹുഭൂരിപക്ഷം ആളുകൾക്കും ജോലി നഷ്ടപ്പെട്ട് ഉള്ളതുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോകാനുള്ള ഒരു സ്ഥിതിവിശേഷം ഇവിടെ വരാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് ഇലോൺ മസ്ക് പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ ഏറെക്കുറെ ഒരു കോമൺ സെൻസ് കൊണ്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഈ ഇത്രമേൽ വലിയ പ്രസരണം നടക്കുന്ന ഈ AI ലോകത്ത് നമ്മളൊന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ എല്ലാ തലങ്ങളും വിദ്യാർത്ഥികളുടെ പഠന രീതികൾ ഇപ്പോഴത്തെ അപേക്ഷിച്ച് പുതിയ രീതിയിലേക്ക് വിദ്യാർത്ഥികളുടെ പഠന രീതികൾ മാറും. രാവിലെ എഴുന്നേൽക്കുന്നത് പോലും ശീലങ്ങൾക്കെതിരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാം ഓട്ടോമേഷൻ സിസ്റ്റത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്ത് എല്ലാത്തിൻ്റെയും വലിയൊരു പ്രോഫിറ്റ് ഏതാനും ചില അഥവാ 10% മാത്രമുള്ള ആളുകളിലേക്ക് ചുരുങ്ങുകയും ബാക്കിയുള്ള ആളുകൾ ആ മുതലാളിമാർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു പണിക്കാർ അഥവാ അടിമകളായി മാറാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് നിരീക്ഷിക്കുന്നു. എന്തൊക്കെയാണ് ടെക് ലോകത്തെ വിശേഷങ്ങൾ എന്നുള്ളത് വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.